മക്കയിലും പരിസരത്തും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ ഇസ്ലാമിക ദഅവത്തുമായി ഇങ്ങനെ മുന്നേറുന്നു. ഇത് കേട്ട് വല്ലാത്ത ദേഷ്യം ഉള്ളിൽ ആളിക്കത്തുന്നുണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികത്ത് ഈ ഒരു ചർച്ച എത്തുന്നുണ്ട്. ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ, എൻ്റെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ നബിയുടെ കൂടെ ഇസ്ലാമിലേക്ക് പോയി എന്ന ആ ഒരു വാർത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂടി എന്ന വാർത്ത ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികത്തെത്തുന്നുണ്ട്. ഇത് കേട്ട് വല്ലാത്ത ദേഷ്യം പൂണ്ട് സാനം തീരുമാനിച്ചു. വിശാലമായ ചരിത്രമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ തലയെടുക്കണം, ഇല്ലാതെ ഉമറിനൊരു തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് ഒരൊറ്റ ഓട്ടമാ കുതിരയെ മോട്ടിച്ചിട്ട്. ആളുകൾ പറയുന്നുണ്ട് ഹത്താബ് ഒരിക്കലും മുസ്ലിം ആകൂല. ഹത്താബിൻ്റെ കുതിര, ആ കിളവനായ കുതിര മുസ്ലിം ആയാലും ഹത്താബ് ഒരിക്കലും മുസ്ലിം ആകൂല. അത്രയും ദേഷ്യമായിരുന്നു. അങ്ങനെ ഓടുകയാണ് കുതിരയെ മോട്ടിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ തലയെടുക്കാൻ. ഓടുന്നതിൻ്റെ ഇടയിൽ ഒരു സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തി. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ വിരണ്ടു ഓടിയാലും, ആര് തടഞ്ഞു നിർത്തിയാലും ഒരു പക്ഷേ നിൽക്കൂല. പക്ഷേ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞു നിർത്തിയാൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കും. ആ ഒരു സ്വഹാബി ചെന്നുകൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറേ, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അരികത്തേക്ക് പോകും മുമ്പ് നിൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക്, ഫാത്തിമയുടെ വീട്ടിലേക്കൊന്ന് പോ. നിൻ്റെ ഫാത്തിമയും അവളുടെ ഭർത്താവും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്തൊരു വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്! ഒരിക്കലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് കേട്ടത്. ഇസ്ലാമിനെ വെറുക്കുന്ന, ഇഷ്ടപ്പെടാത്ത ഞാൻ റസൂലുള്ളാഹിൻ്റെ തലയെടുക്കാൻ പോവുകയാണ്. എന്നാൽ എന്നിലേക്ക് കേട്ടൊരു വാർത്ത, എൻ്റെ പെങ്ങൾ മുസ്ലിമായി. വല്ലാത്ത അശരീരി പൂണ്ടുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ പെങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പെങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അകത്തുനിന്ന് കേൾക്കുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ത്വാഹ മാ അൻസൽന. ത്വാഹ എന്ന സൂറത്ത്, ത്വാഹ സൂറത്ത് ഇങ്ങനെ മനോഹരമായിട്ട് ഒരു സ്വഹാബി അവർക്കിങ്ങനെ പാരായണം ചെയ്ത് കൊടുത്ത് അവരിങ്ങനെ കേട്ട് പഠിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഓതുന്നുണ്ട്. ഈ ഒരു കാഴ്ച, ഈ ഒരു കേൾവി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ചെവിയിലേക്ക് പതിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് വന്ന് കതകിനെ മുട്ടി, ഫാത്തിമ കതക് തുറക്ക്. ഒന്നാമത് മുട്ടി, രണ്ടാമതും മുട്ടി, മൂന്നാമത് മുട്ടുമ്പോൾ ഫാത്തിമ ഭർത്താവിനോട് പറഞ്ഞു, ഇനി മുട്ടിയില്ലെങ്കിൽ ഉമറാ വന്നത് ആ വാതിൽ പൊളിച്ചിട്ട് അകത്തേക്ക് കയറി വരും, ഇനി തുറക്കുന്നതാ നല്ലത്. അങ്ങനെ വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ചോദിച്ചത്, നീ പാരായണം ചെയ്ത ആ ഒന്ന് എന്ത്? വല്ലാതെ അത്ഭുതപ്പെടുത്തി പോയി അവരെ. അവർ വല്ലാതെ പേടിച്ചു. ഖുർആൻ അവരെ പഠിപ്പിച്ച അദ്ദേഹത്തിന് അവരുടെ വീടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം ഉംറ വരുന്നത്, എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. അദ്ദേഹം ചോദിക്കുക, നീ ഓതിയത് എന്ത്? അല്ലാതെ കൗതുകത്തോട് പറഞ്ഞു, അത് ഖുർആനാ, അള്ളാഹിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കലാമ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അത് ആവശ്യപ്പെട്ടപ്പോൾ പോയി ശുദ്ധിയായി വരാൻ പറഞ്ഞു. വല്ലാത്തൊരു അത്ഭുതമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്ന ആ ഒരു രംഗം. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും റസൂലുള്ളാഹിൻ്റെ അരികത്തേക്ക് പോയി. ഈ ചരിത്രം വിശാലമായ ചരിത്രമാണ്. അങ്ങനെ നേരെ റസൂലുള്ളാഹിൻ്റെ അരികത്തേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞൊരു സ്വഹാബി ഓടി വന്ന് പറയുന്നുണ്ട്, നബിയെ, ഉമർ വരുന്നുണ്ട്, വെറുതെയല്ല, അങ്ങയുടെ തലയെടുക്കാനാ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിൻ്റെ അരികത്ത് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, മക്കയിലെ മറ്റൊരു ധീരൻ, അല്ലാത്ത ശക്തനാണ്, ബുദ്ധിശാലിയാ. ഹംസ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അരികത്തുണ്ട്. നബിയോട് പറഞ്ഞു, നബിയേ, ഉമർ വരുന്നത് നല്ലതിനാണെങ്കിൽ എല്ലാവർക്കും നല്ലത്, അത് ഉമറിനും നല്ലത്. പക്ഷേ ഉമർ ഇങ്ങനത്തെ വേണ്ടാത്തൊരു ഉദ്ദേശം വെച്ചാണ് വരുന്നതെങ്കിൽ നബിയെ, ഉമറിൻ്റെ തലയെടുക്കുന്ന ഈ ഹംസയായിരിക്കുമെന്ന് റസൂലുള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബിനൊരു പേടിയുമില്ലായിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു പേടിയും റസൂലുള്ളാഹിക്കില്ല. റസൂലുള്ളാഹിൻ്റെ അരികത്തേക്ക് വരുന്നുണ്ട്, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കടന്നു വന്നു. ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ റസൂലുള്ളാഹിൻ്റെ അരികത്തേക്ക് വന്നു. ഇസ്ലാം സ്വീകരിക്കുന്നു. വിശാലമായ ചരിത്രമാണ്. ഇസ്ലാം സ്വീകരിക്കുന്നു, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാ,
റസൂലുള്ളാഹിന്റെ തലയുമായി ഉമർ വരുന്നത് കാണാൻ. എന്നാൽ അല്പം കഴിഞ്ഞിട്ട് കാണുന്നത് ഒരു റാലി വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, മറ്റൊരു ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാവരും പ്രതീക്ഷിച്ചത് ആഗ്രഹിച്ചത് ഒന്നാ, പക്ഷെ അവർ കണ്ടതും അവരാഗ്രഹിച്ചതുമല്ല അവിടെ സംഭവിച്ചത്. അതിനും അപ്പുറമാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം നബിയോടുകൂടെ റാലിയായിട്ട് ഇങ്ങനെ വരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് പലരും അന്തം വിട്ടുപോയി, പലരും ഞെട്ടിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രങ്ങൾ കേട്ടാൽ വല്ലാതെ വിങ്ങി വിങ്ങി കരയും. ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ സ്വഹാബത്ത് പറയുന്നുണ്ട്, അദ്ദേഹം ലോകത്തോട് ഇവിടെ പറഞ്ഞു, ഇന്ന് ഏതൊക്കെ വീട്ടിൽ ആരൊക്കെ പട്ടിണിയായിരിക്കുമെന്ന് അറിയൂല. അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു. ഗാന്ധിജി പോലും പറയുന്നുണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണത്തെക്കുറിച്ചും അദ്ദേഹത്തിനെ കുറിച്ചുമൊക്കെ. പക്ഷേ അദ്ദേഹം ഭരിച്ച കാലത്ത് ഓരോ വീട്ടിലേക്കും അദ്ദേഹം ചെല്ലും. അബൂ തൽഹ റളിയല്ലാഹുവിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പതിരാത്രി ഇങ്ങനെ നടക്കും, ഓരോ സ്ഥലത്തു നിന്ന് പോകും. അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹുവിൻ്റെ പോക്ക് കണ്ട് പന്തികേട് തോന്നി. അബൂ തൽഹ റളിയല്ലാഹു പാത്തും പതുങ്ങിയും പിന്നിലൂടെ ഇങ്ങനെ നടന്നുപോയി. ഇത് കണ്ട അബൂ തൽഹ റളിയല്ലാഹു പാത്തും പതുങ്ങി ഇങ്ങനെ ബേക്കിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ ബേക്കിൽ ഇങ്ങനെ അറിയാതെ നടന്നു പോവുകയാ. ഒരു സ്ത്രീ താമസിക്കുന്ന ഒറ്റപ്പെട്ട വീട്. ആ വീട്ടിൽ ആ സ്ത്രീ മാത്രമാണ് ഉള്ളത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കതകന്ന് മുട്ടുന്നു, അകത്ത് കയറുന്നു. കുറേ സമയം അകത്ത് ഇങ്ങനെ ചിലവഴിക്കുന്നു. അല്പം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇതെല്ലാം ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ട് അബൂ തൽഹ റളിയല്ലാഹു. എന്നാൽ അബൂ തൽഹ റളിയല്ലാഹു ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്, കതകന്ന് മുട്ടുന്നുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറി വരാൻ പറയുന്നുണ്ട് ആ വീട്ടിലുള്ള സ്ത്രീ. അപ്പം പറയുന്നുണ്ട് ഇത് നേരത്തെ വന്ന ആളല്ല, മറ്റൊരാളാണ്. ആ സ്ത്രീ അകത്തേക്ക് വരാൻ പറയുന്നുണ്ട്. അകത്തേക്ക് കടന്നു വന്നപ്പോൾ ഒരു പ്രായമായ കിളവിയായ ഉമ്മ. ഈ കാഴ്ച കണ്ട് അബൂ തൽഹ റളിയല്ലാഹു ഞെട്ടിപ്പോയി, വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എന്തെല്ലാം വിചാരിച്ചു ഉമർ തങ്ങളെക്കുറിച്ച്. അദ്ദേഹത്തോട് ആ ഉമ്മയോട് അദ്ദേഹം പറയുന്നുണ്ട്, ഉമ്മ നേരത്തെ വന്ന ആൾ ചെയ്തത് എന്തേ? ഉമ്മ പറയുന്നുണ്ട്, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയൂല, എനിക്ക് ഭക്ഷണം വാരി തരുന്ന അദ്ദേഹമാണ്, എൻ്റെ വസ്ത്രങ്ങൾ കഴുകി തരുന്ന അദ്ദേഹമാണ്, അദ്ദേഹം ഇടയ്ക്കൊക്കെ ഇവിടെ വരും, എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹം എന്തെല്ലാം സഹായം വേണം അതെല്ലാം ചെയ്തു തന്നുകൊണ്ട് എന്നെ വൃത്തിയാക്കിയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങും. ഇതൊന്നും ഇവിടുത്തെ ഭരണാധികാരി ഹത്താ പറയുന്നില്ലല്ലോ. ആ ഉമ്മ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു പറയുന്നുണ്ട്, ഉമ്മ ആ വന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. എന്താലേ, ഒരു രാജ്യത്തെ ഭരണാധികാരി ആ വീട്ടിലേക്ക് വരുന്നു. മറ്റൊരു സംഭവത്തിൽ പറയുന്നുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഇങ്ങനെ വീടുകളിലൊക്കെ ഇങ്ങനെ നോക്കും. ആരെങ്കിലും ഉറങ്ങാത്തവർ, സങ്കടപ്പെട്ട് നിൽക്കുന്നവർ, തൻ്റെ രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കോറലുണ്ടോ, എന്തെങ്കിലും സങ്കടങ്ങളോ പട്ടിണിയോ പരിവട്ടങ്ങളോ ഉണ്ടോ, എല്ലാം അദ്ദേഹം ഇങ്ങനെ ആരും അറിയാതെ അന്വേഷിക്കും. ഇങ്ങനെയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലം. ഇവങ്ങളോട് കൂടെ വന്നതും ഇസ്ലാമിലേക്ക് വന്നതും ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ജീവിതം പഠിച്ചാൽ നമുക്ക് കിട്ടും. അല്ലാഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.